എന്തൊരു മെസ്സേജ്? യുവർ അഡ്മിഷൻ പ്രോസസ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. വെൽക്കം ടു ദി യൂണിവേഴ്സിറ്റി പാരസോ. അഡ്മിഷൻ സെറ്റായോ? ഷോ, ഞാനൊരു പൊളി പൊളിക്കും. ഏട്ടാ, അവളോട് നിങ്ങൾ പറഞ്ഞോണം ആലോചനയുടെ കാര്യം, കേട്ടല്ലോ? എമിലി, അവൾ ഇതിന് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. നിന്റെ അതേ ഭാഷയാ അവൾക്കും. നീ എന്തുവായി തുള്ളി തുള്ളി വരുന്നേ? കെട്ടിക്കാൻ പ്രായമായി അപ്പോഴാ. പിന്നെ നീ വന്നിരിക്കേ, പപ്പയ്ക്ക് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താ പപ്പേ? നീ പറ. നിങ്ങൾ പറയും മനുഷ്യ. ഞാനല്ല, നീ പറ. ഓ, ഞാൻ തന്നെ പറയാം. നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്, അത് ഞങ്ങളങ്ങ് നടത്തും. കല്യാണോ? എനിക്കറിയട്ടണ്ട, ഞാനിത് സമ്മതിക്കില്ല. മോളെ, നല്ല ചെറുക്കനും ഫാമിലിയോ, കൂടാതെ വീട്ടുകാരെല്ലാം നമുക്ക് നന്നായി അറിയാം. പപ്പ, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് PG പഠിക്കാൻ പോണമെന്ന്. ഞാൻ ആപ്ലിക്കേഷൻ വരെ കൊടുത്തു വെച്ചിരിക്കുക. അപ്പോഴാ അതൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണേലും പോകാമല്ലോ. നീ ഈ ചെറുക്കനെ തന്നെ കെട്ടു. ഞാൻ സമ്മതിക്കില്ല. കെട്ടണവനെങ്കിൽ വരട്ടെ, ഞാൻ അവന്റെ കയ്യും കാലും തല്ലി ഒടിക്കും. സത്യമായിട്ടോ അതെ. മോളെ സേറ, നീ ഒന്ന് കൂളാക്. നിന്നോട് നാൾ കെട്ടാൻ ആരും പറഞ്ഞില്ല. അതെ, 1 മാസം കഴിഞ്ഞ് കെട്ടിയാ മതി. മോളെ, നീ ഒന്ന് നന്നായി ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറ. എന്തോ ചിന്തിക്കാനാ? ഞാൻ എന്റെ തീരുമാനം ഓൾറെഡി പറഞ്ഞു. അതിനി ഒരു മാറ്റവും ഇല്ല. ആഹാ, അങ്ങനെയാണ് ഞാനും തീരുമാനിച്ചു. നിന്റെ കല്യാണം അത് ഫിക്സ്ഡ്. എന്റെ അപ്പച്ചിയെ ബോംബ് സ്ഫോടനം. എന്താടി, ഭൂമി കുലുക്കമാണോ? നീ ഇത് എങ്ങോട്ടാ ഓടുന്നത്? ഭൂമി കുലുക്കമല്ല, ബോംബ് സ്ഫോടനമാ. ആ, അത്രേ ഉള്ളൂ. ബോംബോ? എവിടെ ബോംബ്? പൊട്ടിയോ? ഓടുന്നില്ലേ നിങ്ങള്? ബോംബോ? ദൈവമേ, ഇവള് തലക്കിട്ട് വല്ല വലിയ പൊട്ടിച്ചുവോ? ആ, നീ കേട്ട ബോംബ് മിക്കവാറും സാര പൊട്ടിച്ച ബോംബായിരിക്കും. നീ പോയി അവളോട് ചോദിക്കേ. ചുമ്മാ എന്റെ എനർജി വേസ്റ്റ്. ഞാനിപ്പോ വീട് വിട്ട് ഓടിയനെ. സീരജിയുടെ മുറിയിൽ നിന്നാണല്ലോ ശബ്ദം. പോയി നോക്കാം. ഇനി ഇവിടെ നിന്നാ പറ്റില്ല, ചാടണം. ആദ്യം ആ സോനിനെ ഒന്ന് വിളിച്ച് ഹോസ്റ്റലൊന്ന് സെറ്റാക്കട്ടെ. ഇതും പറഞ്ഞ് സേറ സോനിനെ വിളിച്ച് ഹോസ്റ്റലിലെ കാര്യമെല്ലാം തിരക്കി അവിടുത്തെ സ്റ്റേ സെറ്റാക്കുന്നു. അങ്ങനെ ഹോസ്റ്റലിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി എന്ത് പാക്ക് ചെയ്യും? ആ, തോർത്തെങ്കിൽ തോർത്ത് ഇരിക്കട്ടെ. ടൂത്ത് പേസ്റ്റ് വേണ്ടി വരില്ല, അത് സോനയുടെ അടിച്ചു മാറ്റും. ഒരു ഫുൾ ലിസ്റ്റ് തയ്യാറാക്കണമല്ലോ. ഇന്ന് രാത്രി തന്നെ ചാടണം. ചാടാൻ പോകുന്നോ? ദൈവമേ, സീരജ് ഒളിച്ചോടാൻ പോവാണോ? എല്ലാ പ്ലാനിങ് ഒന്ന് പൊളിച്ചാലോ? ആദ്യം ലീനെടുത്തെന്ന് പറയാം. ലീന, ഉള്ള കിളിയും പോയോ? ലീനെ, ബെസ്റ്റ്. ഞാനിത് ശരിക്കും ബോംബ് പൊട്ടിക്കേണ്ടി വരും. ലീനെ, അമ്മ എന്ത് ഈ കിടന്ന് കാണുന്നത്? ഞാൻ നിങ്ങൾക്ക് പേടിച്ചു പോയി. വന്നോ പോയ കിളിയെല്ലാം? ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വന്നെയാ. എന്തുവാ? നമ്മുടെ സീരജ് ഒളിച്ചോടാൻ പോകുക. ഇന്ന് രാത്രി മതിൽ ചാടാനാണ് പ്ലാൻ. അവിടെ നിന്നിപ്പോ പെട്ടിവയ്ക്കുക. പിന്നെയും പോയ കിളി. എടി, നമുക്ക് പ്ലാൻ പൊളിക്കാം. നീ എന്നാ ചെയ്യാൻ പോവാ? അതൊക്കെ ഉണ്ട്. എല്ലാരും ഉറങ്ങി കാണൂ. ലൈറ്റൊക്കെ ഓഫാ. ഇനി ഇറങ്ങിയാ മാത്രം മതി. മതിലൊക്കെ എന്നെ പൊക്കോ. ആദ്യം ബാഗ് അപ്പുറത്തോട്ടങ്ങ് ഇട്ടേക്കാം. ഇനി അങ്ങോട്ട് വലിഞ്ഞു കയറാം. എന്നെ ഇരുട്ട ഒന്നും കാണുന്നില്ലല്ലോ. ഇനിയൊന്നും നോക്കണ്ട സേറ, അങ്ങ് ചാടിയേക്കാം. ഇതേതാ രാജ്യം? അയ്യോ, എന്നെ തട്ടിക്കൊണ്ട് പോവല്ലേ, ഞാൻ പാവാടേ. പൂച്ചേരെ പിടിച്ചാലോ? ബാ, നമുക്കിനി അകത്തോട്ട് പോയി മിണ്ടാം. വല വെച്ച് പിടിക്കാൻ ഞാൻ വല്ല മീനും മറ്റും ആണോ? ഓ, ഈ കുരുപ്പുകൾ ഉണ്ടായിരുന്നല്ലേ കൂടെ. മോളെ, നീ എന്തിനാ വീട് വിട്ടു പോകാൻ പോയെ? പിന്നല്ലാണ്ട്, നിങ്ങൾ പറഞ്ഞ കോന്തനെ കേട്ടാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഒന്നാമത് പാരീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൺഫർമേഷൻ ലെറ്റർ വന്നു. 1 മന്തിൽ ക്ലാസ് സ്റ്റാർട്ട് ആകും. എനിക്ക് അങ്ങോട്ട് പോകണം. ഞാൻ പോകും. എന്നെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും അതിൽ ചാടും. മോൾക്ക് ഇപ്പൊ കല്യാണം വേണ്ട, പഠിക്കാൻ പോകണം, അത്രയല്ലേ ഉള്ളൂ. മോള് പോയിക്കോ. ശരിക്കും പപ്പേ? ഓ, ഐ ലവ് യു സോ മച്ച്. ഇനി 3 പോയി കിടന്ന്. മമ്മി എണ്ണിക്കാത്തത് ഭാഗ്യം. അവിടെ ഞാൻ ഈ നാളെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ല,
ഞാൻ പ്ലാൻ ചെയ്തത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞ്? ഫ്ലാഷ്ബാക്ക്. പപ്പ ഒരു കാര്യം പറയാനുണ്ട്. എന്താ രണ്ടും കൂടി ഇവിടെ? സേറേച്ചി ഇന്ന് മതിൽ ചാടാൻ പ്ലാൻ ഇട്ടേക്കുവാ. അവളെ പൊക്കണം. ഉള്ളതാണോ കൊച്ചേത്? വാ, എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ആ, മമ്മി തൽക്കാലം ഇത് അറിയണ്ട. അവൾ അറിഞ്ഞ ഇനി ഇത് വലിയ പ്രശ്നമാകും. End of flashback. ഈ കുരിപ്പുകളെ ആ കുപ്പത്തൊട്ടി നടത്തുന്ന വരണ ഞാൻ അന്നേ പറഞ്ഞതാ. നിങ്ങളെ ഞാനിന്ന് അയ്യോ സേറേച്ചി കൊല്ലല്ലേ. ആഫ്റ്റർ 1 month സേറ പോകുന്ന ഡേ ആണ് ഇന്ന്. മമ്മി പപ്പ അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാണേ. ആ മോളെ, സൂക്ഷിച്ചൊക്കെ പോയി വാ കേട്ടോ. കുഞ്ഞ് സൂക്ഷിച്ചോണേ. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ കേട്ടോ. പിള്ളേര് ഇവിടെ മര്യാദയ്ക്കിരുന്ന് പഠിച്ചോണം കേട്ടല്ലോ. വിൽ മിസ് യു. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞു മെല്ലെ. Finally I'm here, my dream place. 2 weeks later. സാറി ഈച്ചി പോയതിന് ശേഷം ഒരു സുഖമില്ലല്ലേ. നമുക്കും പോണ്ടേ? ആടി പോണം. അല്ല, നീ ഞാനന്ന് പറഞ്ഞ കാര്യം ചെയ്തോ? അതൊക്കെ എന്നേ സെറ്റായി. കൺഫർമേഷൻ മെയിലൂടെ ഇനി വന്നാ മതി. ഓ 100 ആഴ്ച മോളെ കൺഫർമേഷൻ മെയില വന്നത്. ഓ അപ്പൊ അതും സെറ്റ്. അല്ല, എങ്ങനെ പപ്പ എടുത്ത് അവതരിപ്പിക്കും? വിടുവോ നമ്മളെ? എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. നീ കട്ടയ്ക്ക് കൂടെ പിടിച്ചണം. ഓക്കെ പപ്പേ, നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഫ്രീ ആണോ? ആ മക്കള് പറ, എന്നാ? സാറീച്ചി എന്തായാലും പാരീസിലല്ലേ, ഞാൻ ഇവയും കൂടെ പോയിക്കോട്ടെ. നിങ്ങളെ കൂടെ പോകാനോ? അതൊന്നും ശരിയാവില്ല. അവിടുത്തെ അഡ്മിഷനൊക്കെ സെറ്റാക്കി പപ്പ. ഇനി നമുക്ക് പപ്പയുടെ പെർമിഷനും കൂടെ മതി. പ്ലീസ് പൊക്കോട്ടെ. ഇവർ സംസാരിക്കുന്ന കേട്ടിട്ട് എമിലി കിച്ചണിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ എങ്ങും വിടുന്നില്ല, ഇവിടെ പഠിച്ചാ മതി. അതെ, നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടാലേ സാർക്ക് അവിടെ പണി കൂടും. പപ്പ, നമ്മൾ അവിടെ ചെന്ന് സേറച്ചിനെ ബുദ്ധിമുട്ടിക്കില്ല. പ്ലീസ് പപ്പ, പൊയ്ക്കോട്ടെ. വിക്രമനും വേതാളവും കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനല്ലേ? വിടുന്ന പ്രശ്നമില്ല. അതെ, വിടില്ലെന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. പറ്റത്തില്ല, നമുക്ക് പോണം എന്ന് പറഞ്ഞാൽ പോണം. മോളെ ലീനെ, നീ ഒന്ന് കേൾക്ക്. നിങ്ങളും കൂടെ അങ്ങോട്ട് പോയാൽ എങ്ങനെ ശരിയാവുന്നേ? പോണം പോണം പോണം. പിള്ളേരെ നിങ്ങളൊന്ന് അടങ്ങിക്കേ. അവിടെ നിന്നാ സേറ ഒറ്റയ്ക്ക്. നിങ്ങളെ കൂടെ അവളെ എങ്ങനെ മാനേജ് ചെയ്യും? സേറച്ചി ഇല്ലാണ്ട് പറ്റില്ല. നമ്മൾ പോകും. ഇനി അവിടെ പഠിച്ചാലേ ശരിയാകും. ആഹാ, അത് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? വിടില്ല, അത്രേ ഉള്ളൂ. വിടമാട്ടെ എന്നെ വിടമാട്ടെ. ലീന ഇവിടെ മാറ്റും. അല്ല ശരി, നീ പോക്കോ. ഇത് കടിക്കോ? 1 long angry line later. ലീന, ഞാനൊന്ന് നോക്കട്ടെ. ഇത് നീ തന്നെ ഇല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇജാതി അഭിനയം. ഉഫ്, തകർത്താടുമല്ലായിരുന്നോ? ഒരു നിമിഷം ഞാൻ തന്നെ പേടിച്ചു പോയി. ഇനി വല്ല വലിയും കേറിയൊന്ന്. ഇനിയും എത്ര കാണാൻ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ പെട്ടി പാക ചെയ്യണ്ട ബേബി. ഓക്കെ ബേബി, അങ്ങനെ നമ്മൾ പാരീസിൽ പോകുന്നു. 3 weeks later. ഈവയുടെ ലീനയുടെയും വാശി കാരണം അങ്ങനെ ഡേവിഡ് 3 വീക്സിൽ തന്നെ അവർക്ക് പോകാനുള്ള ടിക്കറ്റും ബാക്കി ആവശ്യ കാര്യങ്ങളും എല്ലാം ശരിയാക്കി. പിള്ളേരെ സൂക്ഷിച്ചൊക്കെ പോണം. അവിടെ ചെന്ന് ഉടനെ വിളിക്കണം. പിന്നെ സേറനെ ബുദ്ധിമുട്ടിക്കരുത്. നല്ല പിള്ളേരായിരുന്നോണം. എന്തെങ്കിലും കംപ്ലൈൻസ് വന്ന അടുത്ത ഫ്ലൈറ്റിന് രണ്ടും തിരിച്ചെത്തും. കേട്ടല്ലോ? ദൈവ നിന്നോട് പ്രത്യേകം. ആ മമ്മി, മനസ്സിലായി. നമ്മൾ നല്ല കുട്ടികളായിരിക്കും. ഇതെന്തുവാ, ടേപ്പ് റെക്കോർഡറോ? ആ മമ്മി ചുമ്മാ പറഞ്ഞതേ, തല്ലല്ലേ. ഇതേപോലെ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കരുത്. കേട്ടല്ലോ? ശരി മമ്മി, കേട്ടു. ഇങ്ങനെ പേടിക്കല്ലേ, നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പോരെ? അതെ അതെ. ആ അങ്ങനെ ആയാ കൊള്ളാം. പിന്നെ എല്ലായിടത്തും വെച്ചല്ലോ? പാസ്പോർട്ട് ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? ആ പപ്പ, എല്ലാം ഉണ്ട്. എന്നാ ശരി, ഇനി ലേറ്റ് ആകണ്ട. ടാക്സി എത്തിയിട്ടുണ്ട്. മക്കളെന്നാ പോയിട്ട് വാ കേട്ടോ. അപ്പൊ ശരി പപ്പ മമ്മി, ബൈ.
കുഞ്ഞു മൂലയിലിനെ നിന്റെ ആക്ടിങ് സ്കിൽസ് അപാരം തന്നെ. അത് കാരണം അവസാനം നമ്മളിങ്ങനെ പാരീസിലെത്തി. ഷോ, പാരീസ് വായുവിനൊക്കെ എന്നാ സുഗന്ധവാ. പാരീസിൽ എയർ ശ്വസിച്ചിട്ടുള്ള ബോധവും പോയാ ഇനി ഞാനറിയാതെ വേറെ വല്ലതും മണക്കുന്നുണ്ടോ ഇവള്? നീ വല്ലതും പറഞ്ഞോ? ഞാനെന്ത് പറയാനാ? ആ, എനിവേ ഞാൻ പോയി ലഗേജ് എടുക്കാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യും. സാറേച്ചി വരുമെന്നല്ല പറഞ്ഞേ. ആ ശരി. ഷേടാ, എന്നാണ് അവൻ്റെ ലഗേജ് എന്തിയേ? ഇവിടെ കൂടെ കാണണ്ടായിരുന്നല്ലോ. ഞാനിത് ഇനി എവിടെ പോയി നോക്കും? ആരത്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ എല്ലാ ഫ്രഞ്ചിലെയും വീണ്ടും. ആ, ദേ എൻ്റെ പെട്ടി. ഇയാളിതും കൊണ്ട് പോകുവാണ്. യൂതേ പോകുന്നു. പോയി ചോദിക്കാം. ഹേ, എക്സ്ക്യൂസ് മീ. Yeah, you need any help? ആക്ച്വലി ദിസ് ലഗേജ് ഇസ് മൈൻ. ഓ, മലയാളിയാണല്ലേ. മലയാളിയാണല്ലേ? ആഹാ, താനും മലയാളിയായിരുന്നോ? ആ, അത് ഇതെൻ്റെ ലഗേജാ. ഐ തിങ്ക് ദാറ്റ് അത് താൻ മാറിയെടുത്തു എന്ന്. ഓ, ഇത് തന്നെ ആയിരുന്നോ? അയ്യോ, ഐ എം സോറി. നമ്മുടെ ലഗേജ് ഒരു പോലെ ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ മാറിപ്പോയതാകും. ഓ, ദാറ്റ്സ് ഓക്കെ, സാരില്ല. ഉഫ്, ലുക്കുള്ള മലയാളി. ഒന്ന് പരിചയപ്പെട്ടാലോ? കുറെ നേരമായല്ലോ, ഇവളിതെവിടെ പോയി? ആ, ദേ നിൽക്കണ്. ബൈ ദ വേ, ഐ എം ഈഡൻ. തന്റെ പേരെന്തുവാ? നീ എന്നെ നോക്കി നിൽക്കുവാ?